ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ഞങ്ങൾ മൂവിയാണ് ദുബായിലോട്ട്. അപ്പോൾ അബുദാബിയിൽ ഉണ്ടായിരുന്ന കുറച്ചധികം വിശേഷങ്ങൾ തന്നെ ഈ ഒരു വീഡിയോയിലുണ്ട്. പക്ഷെ കുറച്ചായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറബിൾ വീഡിയോ ആയിരിക്കും. നമ്മൾ ദുബായിൽ ഏത് അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റ് ഹണ്ട് എന്ന് പറയുന്നൊരു വീഡിയോ. അതത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഇനി ഇവിടെ അബുദാബിയിൽ കുറച്ച് ആഴ്ചകൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മൾ അബുദാബിയിൽ കുറച്ച് ആഴ്ചകളല്ലേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കുറച്ച് കാലം മുമ്പേ എടുത്തു വച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അബുദാബി മോൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ്, വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന മൂവി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന മൂവിക്ക് പോവാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം ഏത് സമയം മുതലുള്ള വീഡിയോസാണ് ഇനി വരാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പം ആ തുടരും പടം ഇറങ്ങിയ സമയം മുതലുള്ള വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിലൂടെ കുറച്ചായിട്ട് എനിക്ക് പറയാനുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അബുദാബി മോൾ അടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ മൂവീസ് കാണാൻ വേണ്ടി പോവാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. കാരണം നടന്നെത്താൻ പറ്റുന്ന ദൂരമാണ്. അപ്പം നല്ല മൂവീസാണെന്നൊക്കെ കേൾക്കുന്നതാണെങ്കിൽ ഞങ്ങൾ പോവാറുണ്ട് ഫ്രണ്ട്സായിട്ടും. പിന്നെ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരായിട്ടും ഞങ്ങൾ പോവാറുണ്ട്. അപ്പം ഈ പറയുന്ന മൂവിയാണ് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ലാസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുള്ള മൂവി. കാരണം അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ദുബായിലാണ്. ദുബായിൽ ചെന്നിട്ട് നമ്മൾ ഒറ്റ മൂവി പോലും കണ്ടിട്ടില്ല. ഇനി തുടരും മൂവിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. കാരണം മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു. ഭയങ്കര കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനിങ് മൂവിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ ഫുഡ് ബുക്ക് എന്ന് പറയുന്നൊരു സ്ഥിരമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നതും പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് ചായ കുടിക്കാൻ വരുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് നമ്മൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ചുറ്റുപാടൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയയൊക്കെ. കാരണം ഇതൊക്കെ നമ്മളിനി മിസ് ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലോട്ടാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ ഇന്നലെ രാത്രി മാത്രം ഇട്ടുകൊണ്ട് വീണ്ടും ഞാൻ ഈ ഡ്രസ്സൊന്ന് എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ദുബായ് അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞാൽ പറഞ്ഞത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ദുബായ് അപ്പാർട്ട്മെൻറ്റ് കാണാൻ വേണ്ടി പോവാണ്. കാരണം അവിടെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്നും കാണിക്കുന്നില്ല. കാരണം ആ വീഡിയോ എല്ലാം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ജസ്റ്റ് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്ക് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അക്കിയുടെ ഓഫീസിൻ്റെ ഇപ്പം അക്കി പോയിക്കൊണ്ടിരുന്ന ഓഫീസിൻ്റെ ഒരു മുന്നിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പം അക്കിനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും പുള്ളിക്കാരൻ ഓരോന്നും ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊക്കെ കേൾക്കാം. കാരണം ഇതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഭയങ്കര മെമ്മറബിളായിട്ട് മാറാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമായിരിക്കും. അക്കി, അപ്പം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലാസ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങളുടെ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്? മിസ് ചെയ്യോ? പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോഴുള്ളൊരു ഫീൽ എന്താണ്? എന്നാലും ചെന്നൈന് അഡ്ജസ്റ്റഡ് ആവണല്ലേ? ഉറക്കെ പറ, കേക്കണല്ലേ? അപ്പം ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ അക്കിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ്ലി. ഇവിടെ പൈനാപ്പിൾ ബിൽഡിംഗ് ആണ്, അൽബഹാർ ടവർ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 3 ആഴ്ചയും കൂടി ഒക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ അബുദാബി എല്ലാം കഴിഞ്ഞ് നമ്മൾ ദുബായിലോട്ട് പോകണം. അപ്പോൾ നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്, ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഇവിടെ നിന്നൊക്കെ മിസ് ചെയ്യും. നമ്മളങ്ങനെ ദുബായ് അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ട് തിരിച്ച് അബുദാബിയിലോട്ട് വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ രണ്ടുപേരുടെ ലൈഫിലും റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഒരു ഭയങ്കര വലിയൊരു സന്തോഷമാണ് ഞാനിനി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്.
ഹാപ്പി ന്യൂസ് പറഞ്ഞിട്ട് റിജോ ചേട്ടനും നീനി ഞങ്ങൾക്ക് 2 പേർക്കും അതുപോലെ തന്നെ അഞ്ജലിക്കും ശ്രീതേട്ടനും അവരും പ്രഗ്നൻ്റ് ആണ്. ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ഒരു സർപ്രൈസ് അവിടെ അവരെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു മീറ്റപ്പ് എന്നുള്ള രീതിയിലാണ് കാണാൻ വേണ്ടി പോയതെങ്കിലും നമ്മൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഞങ്ങളിവിടെ ബലൂണും വീർപ്പിച്ചിട്ട് 5 മണിക്കൂറായി. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷം തന്നൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവർ 2 പേരും കൂടി ഒപ്പിച്ചൊരു പരിപാടിയാണ്. എന്തായാലും വി വേ സോ ഹാപ്പി ആൻഡ് ഭയങ്കര ബ്ലെസ്ഡാണ് നിങ്ങളെപ്പോലത്തെ നല്ല ഫ്രണ്ട്സിന് നമ്മുടെ സറൗണ്ടിങ്ങിൽ നമുക്ക് കിട്ടിയതിലും. പിന്നെ ഇതൊക്കെയായിരുന്നു അവർ അറേഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഇത് പിങ്കും വൈറ്റും ആണല്ലോ, ബ്ലൂ കാണാനില്ലല്ലോ. അപ്പോൾ അത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ശരിയാണല്ലോ, ബ്ലൂവും കൂടി വേണമല്ലോ എന്നുള്ളത്. ഇതുപോലെ ഒരു കൺഗ്രാറ്റ്സ് ഡിയർ എന്ന് പറഞ്ഞിട്ടൊരു കേക്കൊക്കെ ഉണ്ടായിരുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞായിരുന്നു. അല്ല നിങ്ങളെ സൈഡിൽ നിന്ന് പിടിച്ചോ? ഒരു ചേച്ചിയുടെ കേക്ക് കട്ട് ചെയ്ത് എടുത്തോ. ഞങ്ങൾക്ക് വലിയ പരിചയമില്ല. എന്തെങ്കിലും എക്സ്പ്രഷൻ ചെയ്യിച്ചില്ല പറയില്ല. ഓക്കെ നീന, താങ്ക് യു സോ മച്ച്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളോട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവരുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി പൊതുവേ വരുമ്പോൾ തന്നെ ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്ന ഒരാളാണ്. പക്ഷേ ഈ തവണ ഞാനത് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ് നീന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ദോശ ചുട്ട് തരികയാണ്. ഇനി ചുറ്റുമുള്ളത് ഇതാക്കും. ഞാൻ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും എനിക്ക് കഴിക്കാൻ ആഗ്രഹവും ദോശയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെനിക്ക് ദോശ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നോൺ വെജൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം എനിക്ക് കഴിക്കാനേ പറ്റാറില്ല. അപ്പോൾ ദോശ ഇതുവരെ അക്കി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പം അക്കിക്ക് എനിക്കൊന്ന് ഉണ്ടാക്കി തരണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഇവരുടെ ആ ഒരു മോണിറ്ററിങ്ങിൽ അക്കി ഇതേ അടിപൊളി ഒരു ദോശ ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതും ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇങ്ങനെ എൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. നിങ്ങളിനി കാണുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ 2 കുഞ്ഞു പിള്ളേരുണ്ട്, ട്വിൻസാണ് ഇവരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവർ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നാട്ടിലോട്ട് പോകുന്ന സമയത്തായിരിക്കും ഇവരുടെ ബർത്ത്ഡേ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രയറായിട്ട് ദിലീഷ് ഭായിയുടെ വീട്ടിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു ബർത്ത്ഡേ പരിപാടിയാണ്. കുറച്ച് ഗിഫ്റ്റൊക്കെ അവർക്ക് എല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഇവരെ വീട്ടിൽ വിളിക്കുക പിങ്കി എന്നാണ് കേട്ടോ. അപ്പോൾ 2 പേരും കൂടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. കേക്കൊക്കെ മുറിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ്, അതായത് അക്കിയുടെ കൊളീഗ് ആൻഡ് ഫ്രണ്ടായ ദിലീഷ് ഭായ്, രഞ്ജും ഭായ്, അവരുടെ ഫാമിലി, ഇവരെ എല്ലാവരും ഉണ്ടായിരുന്നു ഈ ഒരു പരിപാടിക്ക്.
അങ്ങനെ ഈ കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആര്യ വീട്ടിലോട്ട് വരികയാണ്. കാരണം പുള്ളിക്കാരി നാട്ടിൽ നിന്ന് വരുന്ന മാസ് എൻട്രി ആണിത്. എക്സ്പ്രഷൻ ഇട്ട് കളയും. അങ്ങനെ അവൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് വീട്ടിൽ നിന്ന് അമ്മയും പപ്പയും അമ്മൂമ്മയും ഒക്കെ കൂടിയിട്ട് കൊടുത്തു വിട്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഈ ഇടയായിട്ട് കൊതി എന്താണോ കഴിക്കാൻ തോന്നുന്നത് വെച്ചപ്പോൾ കല്ലുമ്മക്കായ കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. അപ്പോൾ ഇവർ പപ്പയും അമ്മയും കഷ്ടപ്പെട്ട് എവിടെ നിന്നോ ലുലുന്നൊക്കെ പോയി മേടിച്ച് അമ്മൂമ്മയും എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ നന്നാക്കി ഫ്രൈ ആക്കി എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് തക്കാളിയും ഉള്ളിയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിപ്സ്, മുറുക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആര്യ വന്ന് ഞങ്ങൾ കുറേ ടൈം സംസാരിച്ചൊക്കെ ഇരുന്ന് അവൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, എന്തായാലും പിന്നെ വീണ്ടും കാണാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് അവൾ പോയി. ഞാൻ പിന്നെ ഇതേ ഈ കല്ലുമ്മക്കായും ചോറൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് അവളൊരു ഫുഡ് അങ്ങോട്ട് കഴിച്ച് വയറ് മനസ്സും സന്തോഷമായി. അടുത്ത ദിവസം ഞങ്ങൾ രാത്രി മാമനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാരണം പുള്ളിക്കാരൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു UAE യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് മാനാണ് രാധുമാമൻ. മാമനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോയി കുറച്ച് ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മൾ അഞ്ജലിയും ശ്രീത്തേട്ടനെയും കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. കാരണം അഞ്ജലി നാട്ടിൽ പോയിട്ട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊരു ലോങ് ബ്രേക്കിന് ശേഷം പുള്ളിക്കാരിനെ കാണുകയാണ്. അപ്പം അവരുടെ കാറിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ വെൽക്കം ബാക്ക് ഗൈസ് എന്നിങ്ങനെ ഒരു മെസ്സേജൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും കുറേ ദിവസത്തിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് 2-3 ദിവസത്തിൻ്റെ ഇടയിൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ 3-4 ആഴ്ചയായിട്ട് കാണാത്തതുകൊണ്ട് അതൊരു ലോങ് ബ്രേക്ക് തന്നെയായിരുന്നു. എന്തായാലും അവർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി നമ്മുടെ പ്ലാൻ കുറച്ച് ടൈം സംസാരിച്ച് ഒന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. വെൽക്കം വെൽക്കം. അഞ്ജലി നിങ്ങൾക്കൊരു ഇത് മെസ്സേജ് ഇട്ട് തരാം ഞാൻ. എന്താ സ്പെഷ്യൽ? എല്ലാവർക്കും മേടിച്ചേ. ട്രഡീഷണൽ അന്നയ്ക്കും മാളു ചേച്ചിക്കും താങ്ക് യു. അങ്ങനെ ഒരു അടിപൊളി ഗിഫ്റ്റൊക്കെ എനിക്ക് കിട്ടി. നാട്ടിൽ നിന്ന് അഞ്ജലി എനിക്കൊരു ട്രഡീഷണൽ ഒരു മാലയും കമ്മലൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം നമ്മൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ എൻഡ് ചെയ്തു. ഇതാണ് കുറച്ച് നമ്മുടെ വിശേഷങ്ങൾ അബുദാബിയിലുള്ളത്. ഇനിയും വരുന്നുണ്ട്. കാരണം എല്ലാം കൂടി ഒരു വീഡിയോയിലാക്കുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിലപ്പോൾ ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.